friends, I am Kiran. Welcome to my channel, Kiran's My Home, My Kitchen. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു സർപ്രൈസുമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പൊതിച്ചോറ് കഴിക്കാത്തവരുണ്ടാവില്ല. അതും കേരളത്തിലുള്ളവർ. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പൊതിച്ചോറ്. ഞാൻ ഓർക്കുന്നു, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ നാട്ടിലോട്ട് പോകും. ഞങ്ങള് കോഴിക്കോട് നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്നത് ഡേ എക്സ്പ്രസിലായിരിക്കും, പരിശ്രമം എക്സ്പ്രസ്. അപ്പൊ വീട്ടിൽ നിന്നും മമ്മി പൊതിച്ചോറൊക്കെ കെട്ടിത്തരും. ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ. ഉച്ചയാവാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. ഉച്ചയാവുമ്പോ നമ്മൾ ആ പൊതിച്ചോറൊന്ന് തുറന്നാൽ നമുക്ക് വേറെ ഒന്നും കാണില്ല, ആ ചോറും നമ്മളും മാത്രം. തല ഉയർത്തി ഒന്ന് നോക്കിയാലോ, ചുറ്റുമുള്ളവരെല്ലാം ആ പൊതിച്ചോറിലോട്ടാണ് നോക്കുന്നത്. അത്രയും മണമാണ് ചുറ്റും. അപ്പം പൊതിച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു സ്പെഷ്യൽ ഒരു സംഭവമാണ്. അപ്പം ഇന്ന് നമുക്ക് പൊതിച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, എങ്ങനെ നമ്മൾ പൊതിച്ചോറ് കെട്ടുക എന്നൊന്ന് നോക്കാം. അപ്പം നിങ്ങൾ മറന്നു പോകരുത്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക മറക്കരുത്. നമുക്ക് വാഴയില ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാ സ്ഥലത്തും തീയാവണം. നമുക്ക് ചോറ് കെട്ടാം. ചോറിന്റെ ചൂട് പോണം, അല്ല ആവിയെല്ലാം കൂടെ ഇറങ്ങി വെള്ളം ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് കുറച്ച് തൈര് ഒഴിക്കാം. അതിന് തൈര് വേണ്ട, 2 സ്പൂൺ തൈര് അത് മതി. തൈരിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തൈരൊക്കെ സ്വല്പം ഒഴിച്ചാൽ മതി. തൈരിട്ട് കഴിഞ്ഞ് പൊതിച്ചോറിൽ എപ്പോഴും ഇച്ചിരി ഉപ്പിടണം, മറന്നു പോകരുത് ഉപ്പിടാതിരിക്കാൻ. ഇപ്പം എന്തായാലും നിർബന്ധമാണ് പൊതിച്ചോറിൽ. തോരനാണ് ഇത് ചീരച്ചേമ്പിന്റെ തോരനാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി രുചിയാണ് ഈ ചേമ്പിന്റെ തോരന്. ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ കാണിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് മെഴുക്കുവരട്ടിയാണ്, ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ ഉള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ബീട്രൂട്ടൊക്കെ ഒത്തിരി നല്ല, ഒരുപാട് അയൺ ഒക്കെ ഉള്ളതാണ്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഏത് ഡിഷിനും ഒരു ബീട്രൂട്ട് ഇട്ടാൽ നല്ല. സാമ്പാറിനൊക്കെ ഒരു ബീട്രൂട്ട് ഇട്ടാൽ ചുമന്ന കളറിലിരിക്കും, കുട്ടികൾക്ക് നല്ലതാണ്. സമന്തിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഊണിന്. ഈ പൊതിച്ചോറിന് ഏറ്റവും അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കുന്നത് സമന്തിയാണ്. ഓംലെറ്റ് നോൺ വെജുകാരാണെങ്കിലാണ് ഇതെല്ലാം, ഇല്ലെങ്കിൽ ഈ 3 അച്ചാറുമാണ് വെക്കാറ്. മീൻ വറുത്ത നമ്മൾ വെക്കുമ്പോൾ വേറൊരു ഇലയില് നമ്മൾ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ അത് അത്രയും രുചിയായിരിക്കും. ചോറിന്റെ കൂടെ അത് ചേർക്കണ്ട. ഇത്രയും സാധനമാണ് ഞാൻ ഇച്ചിരി അച്ചാർ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇത്ര സമന്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ അച്ചാറ് വെക്കാഞ്ഞത്. നമുക്കിത് എങ്ങനെ പൊതി എങ്ങനെ കെട്ടാമെന്നൊന്ന് നോക്കാം. പൊതി കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഇത് അമർന്നിരിക്കണം, എല്ലാം കൂടെ അമർന്നിരുന്നാൽ അതിന്റെ രുചി എല്ലാം കൂടെ പിടിക്കുക. അപ്പൊ എപ്പോഴും ഇതിനെ അമർത്തി വെക്കാൻ നോക്കണം. ഇല കീറരുത്, അതുകൊണ്ട് പേപ്പറും കൂടെ ചേർത്ത് അതിനെ കെട്ടുന്നതാണ് നല്ലത്. കാരണം ഇലങ്ങാനും കീറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. പിന്നെ നമ്മൾ വേറെ ഇല ഇനി അതിന്റെ അടി വെക്കുകയൊക്കെ വേണം. അപ്പം പേപ്പറും കൂടെ കെട്ടാൻ ശ്രമിക്കാം. ഇത് ഒരു സൈഡ് മടക്കി കഴിഞ്ഞ് ഇതിനെ ഇങ്ങനെ അമർത്തുക. അതിന്റെ അകത്തോട്ടെല്ലാം ഒന്ന് പിടിക്കണം, എല്ലാം അമർന്നിരിക്കണം. അപ്പൊ ഇങ്ങനെ മടക്കിയിട്ടൊന്ന് തട്ടുക. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ മടക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. നമുക്കിതിനെ ഒരു വാഴയിലൊക്കെ കെട്ടിവെക്കാം. പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇത് തുറന്ന് 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഇരിക്കണം. ഞാനൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ പൊതിച്ചോറ് കെട്ടി ഉച്ചയ്ക്ക് കഴിക്കും. പൊതിച്ചോറ് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഫുഡാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണം. നമ്മുടെ പൊതിച്ചോറ് നമുക്കൊന്ന് തുറന്നു നോക്കാം.
നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്കങ്ങനെ കഴിക്കാൻ അങ്ങ് തോന്നുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.